ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ഡോക്ടർ ആയുസ് കെയർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ന്യൂ ബോൺ ബേബീസിനുള്ള കുറച്ച് ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻസിനെ കുറിച്ചാണ്. ഇതിലെ ഫസ്റ്റ് പൊസിഷനാണ് ക്രേഡിൽ ഹോൾഡിംഗ് പൊസിഷൻ എന്ന് പറയും. അതായത് നമ്മൾ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് റൈറ്റ് ഹാൻഡിൽ സപ്പോർട്ട് ചെയ്യുക, റൈറ്റ് ഹാൻഡിൻ്റെ എൽബോയുടെ ഭാഗത്തായിട്ട് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിൻ്റെ കാല് അതായത് ഹിപ്പിൻ്റെ ഭാഗം നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തന്നെ പാമ്പ് കൊണ്ട് കൈപ്പത്തി കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതായത് കുഞ്ഞിനെ തരിപ്പ് കയറാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പിടിക്കാൻ പാടില്ല. അതായത് എൽബോയും നമ്മുടെ കൈയുടെ എൽബോയും പാമും ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കാൻ പാടില്ല. ഒരു ആംഗിൾ, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മൾ കൈ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കുഞ്ഞിന് തരിപ്പി കയറുന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അടുത്തത് വരുന്നതാണ് ക്രോസ് ക്രേഡിൽ. അതായത് നമ്മൾ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കുഞ്ഞിൻ്റെ 2 കാലുകൾക്കിടയിലൂടെ നമ്മൾ മുകളിലോട്ട് കയറ്റിയിട്ട് കൈപ്പത്തി കൊണ്ട് തല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുഞ്ഞിൻ്റെ കാല് നമ്മുടെ എൽബോയുടെ ഭാഗത്തായിട്ട് റെസ്റ്റ് ചെയ്യും. ഇതാണ് ക്രോസ് ക്രേഡിൽ. അടുത്തതാണ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും. അതായത് നമ്മൾ ഇരുന്നിട്ട് പാല് കൊടുക്കുന്ന ഒരു പൊസിഷനാണ്. ഇരുന്നിട്ട് കുഞ്ഞിനെ നമ്മുടെ സൈഡിൽ കിടത്തുക. എന്നിട്ട് കുഞ്ഞിൻ്റെ തല നമ്മുടെ ബ്രസ്റ്റിന് മുന്നിൽ വരത്തക്ക വിധം നമ്മുടെ ശരീരത്തിൻ്റെ സൈഡിലൂടെ കുഞ്ഞിനെ കിടത്തി നമ്മൾ കൈകൊണ്ട് കുഞ്ഞിൻ്റെ തല മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഈ ഫുട്ബോൾ ഹോൾഡ്. ഇത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുന്നത് ട്വിൻസുള്ള പാരൻസിനാണ്. അതായത് 2 കുട്ടികളെ ഒരേ സമയം ഫീഡ് ചെയ്യണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് പൊസിഷനാണ്. കുട്ടികളുടെ വെയിറ്റ് നമുക്ക് താങ്ങേണ്ടതില്ല. 2 കുട്ടികളെ ഒരേ സമയം ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പൊസിഷനാണ് ഇത്. അടുത്തത് വരുന്നതാണ് ലേഡ് ബാക്ക് പൊസിഷൻ. ഇത് അമ്മ കംഫർട്ടബിളായിട്ട് ബാക്കിലോട്ട് ചാരി കിടക്കുക, കുഞ്ഞിനെ നമ്മുടെ ചെസ്റ്റിൽ കമഴ്ത്തി കിടത്തുക. അപ്പോൾ കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ചെസ്റ്റിലാവും റെസ്റ്റ് ചെയ്യുക. അങ്ങനെ കുഞ്ഞ് കമഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ പാല് കുടിക്കുന്ന ഒരു മെത്തേഡാണ് ലേഡ് ബാക്ക് പൊസിഷൻ. അടുത്ത പൊസിഷനാണ് സൈഡ് ലൈൻ പൊസിഷൻ. അതായത് നമ്മൾ സൈഡ് ചെരിഞ്ഞ് കിടക്കുക, കുഞ്ഞിനെ നമുക്ക് അഭിമുഖമായിട്ട് സൈഡ് ചെരിച്ച് കിടത്തുക. കുഞ്ഞിൻ്റെ ചെസ്റ്റും നമ്മുടെ ചെസ്റ്റും ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായ രീതിയിൽ നമുക്ക് കഴുത്തിനൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ കൈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കിടക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഒന്നെങ്കിൽ നമ്മുടെ തലയ്ക്ക് പിന്നിൽ വെക്കുക, അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലയ്ക്ക് പിന്നിൽ വെക്കുക. ഇതിനെ പേഴ്സണലി ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാത്തൊരു പൊസിഷനാണ്. അതായത് കിടന്നുകൊണ്ട് പാല് കൊടുക്കുന്നത് എപ്പോഴും അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ കൂടാതെ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നവർ എല്ലാവരും ഇരുന്ന് തന്നെ പാല് കൊടുക്കുന്ന പൊസിഷൻസ് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക.